എല്ലാവർക്കും റെയിൻബോസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നൗൺ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നൗൺ എന്താണ് നൗൺ? അപ്പോൾ നോക്കൂ, നമുക്ക് പെട്ടെന്ന് ക്ലാസ്സുകൾ എടുക്കാം. നൗൺ ഈസ് എ നെയിം ഓഫ് എ ഹ്യൂമൻ ഓർ എനി ഒബ്ജക്റ്റ്. നാമം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങളുടെയോ പേരായിരിക്കും. നൗൺ ഈസ് എ നെയിം ഓഫ് എ ഹ്യൂമൻ ഒബ്ജക്റ്റ്. എന്താണെന്ന് മനസ്സിലെ നാമം എന്നത് ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേരായിരിക്കും. നൗൺ കുറെ ടൈപ്പ് ഓഫ് നൗൺസ് ഇവിടെ പറയുന്നുണ്ട്. സിംഗുലർ ആൻഡ് പ്ലൂറൽ. സിംഗുലർ നൗൺ ഉണ്ട്, പ്ലൂറൽ നൗൺ ഉണ്ട്. നൗൺ എന്ന നാമം നമ്മൾ മനുഷ്യന്റെ ഇതിന് മാത്രമല്ല, മനുഷ്യന്റെ എല്ലാ നൗണിനെ ടൈഗർ എന്ന് പറയുന്ന ഒരു നൗണാണ്. ആ നൗണിനെ നമുക്ക് സിംഗുലർ ആയിട്ട് പ്ലൂറൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് സിംഗുലറും പ്ലൂറലും എന്താണ് നോക്കാം. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നൗൺ എന്നത് ഒരു പേര് മാത്രമാണ്, ഇല്ലെങ്കിൽ സാധനത്തിന്റെ പേര്. അത് അവിടെ രണ്ട് തരം നൗണുകളുണ്ട്, സിംഗുലർ ആൻഡ് പ്ലൂറൽ. സിംഗുലർ എന്താണ്, പ്ലൂറൽ എന്താണ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പം നമ്മൾ സിംഗുലർ നമ്മൾ പ്ലൂറൽ നമ്മൾ പഠിച്ചു. സിംഗുലർ ഇസ് ഈക്വൽ ടു അപ്പൊ നമ്മള് സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം, അതായത് ഒരാള്. അപ്പം ടൈഗർ നമ്മൾ എടുത്ത് നോക്കിയാൽ ഒന്നുള്ളൂ. ടൈഗർ കുഞ്ഞുനാളിൽ ഒന്ന്. അപ്പൊ പ്ലൂറൽ എന്തായിരിക്കും? ടൈഗേഴ്സ് ചേർത്ത് കൊടുക്കും. നൈഫ് ആണ് പ്ലൂറൽ. അതിനൊക്കെ മാറ്റുണ്ടാകും. അപ്പൊ നമുക്ക് അതിന്റെ ഫോർമുല പഠിക്കാം. വേർഡ് നമുക്ക് അതിന്റെ ഫോർമുല നോക്കാം. എങ്ങനെയാണ്? വേർഡ് ഇത് എന്തിന്റെ ആണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പ്ലൂറലിന്റെ ആണ്. ഓക്കെ, നമുക്ക് പ്ലൂറലിന്റെ ഒരു ഫോം നമുക്ക് എടുത്ത് അപ്പൊ നമ്മുടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, മിസ്റ്റേക്സ് എന്തെങ്കിലും പറയണം. അപ്പൊ പ്ലൂറൽ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? വേർഡിന്റെ കൂടെ പ്ലസ് എസ്. നോക്കൂ, ഒരു വേർഡ് എടുത്ത് ടൈഗർ നിനക്കാം അല്ലെ, വേണ്ട, ബോക്സ് എടുത്ത് ഈ ബോക്സ് എസ് ചേർക്കും. അപ്പൊ ഇവിടെ ഞാൻ എന്തൊരു ഈ ചേർത്ത് ബോക്സ് നല്ല വീട്ടിലൊരു ഇട്ടുള്ളൂ. അപ്പൊ ബോക്സ് എന്ന് ചേർത്തു, അതിൻ്റെ കൂടെ എസ് ചേർത്തു, ഈ ചേർത്തു. ചേർത്തതിന് എസ് ആകും. അപ്പൊ അവിടെ നമുക്ക് മാറ്റാം, എസ് അങ്ങനെ വേണം എഴുതാം. ഇനിയിപ്പോ ട്രീ അതിൻ്റെ കൂടെ പ്ലസ് എസ് എന്താക്കും? ട്രീ. മനസ്സിലാക്കി വിചാരിക്കുന്നു. എന്താണ് സിംഗുലർ? എന്താണ് ഒരു കൂട്ടിൽ കാണുന്ന വേർഡ് തന്നെ. വേർഡ് ടൈഗേഴ്സ് ആണെങ്കിൽ ടൈഗേഴ്സ് അതിൽ എസ് മറക്കണം. വേറെ ടൈഗർ ആണ്, എന്തും കൂട്ടണം ടൈഗർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും